ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന മിനി അപ്പം അല്ലെങ്കിൽ പാലപ്പം എന്നൊക്കെ പറയില്ലേ, അപ്പം അതിൻ്റെ ആ ഒരു റെസിപ്പിയും പിന്നെ നമ്മൾ സാധാരണ നോർമൽ അപ്പമില്ലേ പാലപ്പം, അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് ഇതുപോലെ പൊള്ളി നല്ല മൊരിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം അറിയാവുന്നവരൊക്കെ ഉണ്ടാവും, എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റീൽ കപ്പിലാണ് ഞാൻ അരി എപ്പോഴും അളന്നെടുക്കുന്നത്. മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ അതിൽ അളന്നെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 2.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 2-3 വെള്ളത്തിൽ നല്ലപോലെ പച്ചരി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് ഒരു 4 മണിക്കൂർ നമുക്കിത് വെക്കാം. ഇനിയിപ്പോൾ വേറൊരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കോരാനായിട്ട് വെക്കണം. അപ്പം നമ്മൾ അവലെടുക്കുമ്പോൾ എപ്പോഴും വെള്ള മാത്രമേ എടുക്കാവൂ. ബ്രൗൺ കളറിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ആ ഒരു വെളുത്ത ഒരു കളർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ള അവൽ തന്നെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കോരാനായിട്ട് വെക്കണം. അപ്പം നമ്മൾ ഈ അവൽ ഇടുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൽ. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇതാ 4 മണിക്കൂറിന് ശേഷം അരിയൊക്കെ നല്ല കോന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ ആദ്യം ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കോരാനായിട്ട് വെച്ചിരുന്ന അതേ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ 1 കപ്പ് തിരുമിയ തേങ്ങയും കൂടെ ഇതിലേക്ക് ഇടണം. അപ്പോൾ 240 ml കപ്പിലാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ എത്രത്തോളം നമ്മൾ ഇടുന്നു അത്രയും ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ കറക്റ്റ് അളവെന്ന് പറഞ്ഞാൽ 1 കപ്പ് തന്നെയാണ്. പിന്നെ നേരത്തെ നമ്മൾ കോരാനായിട്ട് വെച്ചിരുന്ന അവൽ അതും ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ അരി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന അരിയും ഇതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഈ അരി അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളവും, അതായത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ്, അതായത് നമുക്ക് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ബാക്കിയിരിക്കുന്ന അരിയും നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നല്ലപോലെ ഒന്ന് പുളിച്ച് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കൈ കൊണ്ടത് കുഴച്ചെടുക്കുന്നില്ല, സ്പൂൺ കൊണ്ട് തന്നെയാണ് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിത് വൈകിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ അടച്ചിട്ട് രാത്രി ഫുൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോൾ പിറ്റേന്നാണ് ഞാൻ ഈ മാവ് എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഇക്കാക്ക് ഓഫീസിൽ പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മാവാണിത്. അപ്പോൾ ഇത് ഇപ്പം നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് നല്ലപോലെ എല്ലാ മാവും കൂടെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് എത്രയാണോ ഇപ്പോൾ നമുക്ക് ആവശ്യം എന്നുള്ളത് ആ മാവ് മാത്രം കുറച്ച് എടുത്തതിന് ശേഷം ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് വേണം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യമേ ഇഷ്ടംപോലെ വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ മാവ് ലൂസായി പോകും. അപ്പം ലൂസായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും പൊള്ളി വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ട് വേണം ഇരിക്കാനായിട്ട്, തീരെ ലൂസാക്കി എടുക്കരുത്. ഇപ്പോൾ ഇതാണ് മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി കൂടുതൽ വെള്ളം ഒഴിക്കരുത്, ഇതാണ് കറക്റ്റായിട്ട് വരേണ്ടത്. കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത് മാവ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ചിലർ പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്, ഞാനും ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല, ഉപ്പും സോഡാപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം മാവ് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം മാവ് നല്ലപോലെ കുറച്ചുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ സോഡാപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിനി അപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഉണ്ണിയപ്പ ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതുപോലെ എല്ലാത്തിലും നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിറച്ചും ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടോ ഒന്ന് താഴ്ത്തി കൊടുക്കുമ്പോൾ കറക്റ്റ് എല്ലാ സൈഡും ഇതുപോലെ സ്പ്രെഡാവും. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ്, അതായത് നടുക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒഴിക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് എണ്ണയൊന്നും പ്രത്യേകിച്ച് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മാവ് കുറേ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സ്പൂണിൻ്റെ ബാക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനി അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഇരുമ്പ് ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റോളം അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും നല്ല പൊള്ളി കറക്റ്റായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ കടയിലൊക്കെ കിട്ടുന്ന അതേ നല്ല സോഫ്റ്റ് നല്ല അത് മൊരിഞ്ഞിട്ട്, പക്ഷേ നമ്മൾ കടയിൽ കഴിക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളിപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല മൊരിഞ്ഞിട്ട് നല്ല പൊള്ളി വന്നിട്ടുള്ള അതായത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അപ്പമാണ്. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. എപ്പോഴും മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ചെടുക്കാനായിട്ട്. അങ്ങനെ സോഫ്റ്റായിട്ടും മൊരിഞ്ഞിട്ടും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാം. ഞാൻ പറയുന്ന അതേ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ അരിയും ചോറും അവലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിയപ്പം ആയാലും നമ്മളെ നോർമൽ വലുതായിട്ടുള്ള പാലപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എനിക്ക് ഈ മിനിയപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതായത് നമ്മൾ നോർമൽ നമ്മളെ വലിയ അപ്പം ഉണ്ടാക്കുന്ന, അതായത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഈ മിനിയപ്പം ഉണ്ടാക്കി കഴിച്ചപ്പോൾ ടേസ്റ്റ് വരുന്നില്ല. ടേസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നടുക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇതുപോലെ ഇങ്ങനെ, അതായത് മാവ് കുറച്ച് കട്ടിക്കിരിക്കണോണ്ടായിരിക്കും എനിക്കെന്തോ നമ്മൾ ഈ നോർമൽ അപ്പം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് മിനിയപ്പം കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ. കാണാനായിട്ട് മിനിയപ്പം തന്നെയായിരിക്കും ഭംഗി, പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് നമ്മളെ വലുതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കാണിച്ച മിനിയപ്പവും അതായത് നമ്മളെ നോർമൽ പാലപ്പവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.